അപ്പോൾ നമ്മുടെ ഈത്തപ്പഴം അങ്ങനെ പഴുത്തു. അപ്പോൾ ആദ്യത്തെ കൊല നമ്മൾ വെട്ടല്ല, അതിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെയാണ് കേട്ടോ. ഈത്തപ്പഴം നമ്മളിങ്ങനെ ഒരു ചാക്കിലാക്കിയിട്ടാണ് എപ്പോഴും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതുപോലെ ഒരു ചാക്ക് പോലെ ഒരു ഇതിലാണ്, ഒരു ബാഗിലാണ് നമ്മളിതിങ്ങനെ കവർ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആവശ്യം വരുമ്പോൾ ഇവനെങ്ങനെ അടിയിൽ ഇങ്ങനെ തുറക്കാം. അടാ തുറന്നിട്ട് ഇങ്ങനെ ഇത് നമുക്ക് തുറന്നിട്ട് ആവശ്യമുള്ള പീസുകൾ നമുക്ക് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഒരുമിച്ച് എടുക്കാം. വേണ്ട, അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ വേണ്ട ഇതിനകത്ത് പഴുത്തിങ്ങനെ നിൽക്കുകയാണ്. ഈ പഴുത്ത് നിൽക്കുന്ന ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇതാ വേണ്ട, ഇത്രയും പീസ് ഞാനിപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്തു. ഇനിയുണ്ട് ഇതിനകത്ത് പഴുത്ത പീസുകൾ ഒരുപാടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊട്ടിക്കാം. അതിന് ശേഷം അവനെ വീണ്ടും അവിടെ തന്നെ വയ്ക്കുക. വീണ്ടും ക്ലോസ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴുക്കുമ്പോൾ ആവശ്യത്തിന് എടുക്കാം. നമ്മൾ വീട്ടിൽ കുറേശ്ശെ ആകുമ്പോൾ ചെയ്യുന്നത് കേട്ടോ. മറ്റുള്ളയിടത്തൊക്കെ എങ്ങനെയാണെങ്കിൽ കൊല അങ്ങനെ തന്നെ വെട്ടി ഒരുവിധം പ്രായമാകുമ്പോൾ കൊല വെട്ടി അങ്ങനെ തന്നെ ഉപയോഗിക്കും. നമ്മൾ കൊല ഒറ്റയടിക്ക് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയധികം യൂസ് ചെയ്യാനുള്ള, ഒറ്റയടിക്ക് ഒരു ദിവസം ഫുള്ള് തിന്ന് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടി നിർത്താൻ നമുക്ക് ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കാം. എല്ലാം ഫുള്ള് പഴുപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടിയിട്ട് വെട്ടിയെടുക്കാം കേട്ടോ.